എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള മൊഡ്യൂളിൽ വിട്ടുപോയ ഒരു ചാപ്റ്ററും കൂടിയുണ്ട്. 8ാം ക്ലാസ്സിലെ 8ാം ക്ലാസ് സയൻസിലെ 5ാമത്തെ അധ്യായമായ പദാർത്ഥത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ഇത് നമ്മൾ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള മൊഡ്യൂളിൽ പറയേണ്ട ഒരു ചാപ്റ്ററായിരുന്നു. അത് വിട്ടുപോയതാണ്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അതാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനിത് ആ പ്ലേലിസ്റ്റ് തന്നെ ആഡ് ചെയ്യാം. വീഡിയോ ആകുമ്പോൾ അതിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നു മാത്രം. പ്ലേലിസ്റ്റിൽ എന്തായാലും ഞാനിത് ആഡ് ചെയ്ത് വെക്കാം. ആ മൊഡ്യൂളിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ചാപ്റ്റർ, ഇത് ആദ്യം തന്നെ ഇതിൽ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പിക്ചേഴ്സിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, അതേപോലെ കോപ്പറിൻ്റെ ഒരു പീസ്, ഉപ്പുവെള്ളം, കാർബണിൻ്റെ ഒരു പീസ്, ഇരുമ്പയിരിൻ്റെ ഒരു പീസ്, സൾഫറിൻ്റെ ഒരു പീസ്, പഞ്ചസാര ലായനി, ജലം, കോപ്പർ സൾഫേറ്റ് ലായനി, ഇവയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നാം അധിവസിക്കുന്ന ഭൂമി വൈവിധ്യമാർന്ന പദാർത്ഥങ്ങളാൽ സമ്പന്നമാണ്. അപ്പോൾ നമ്മുടെ ഭൂമി എന്താണ്? വൈവിധ്യമാർന്ന പദാർത്ഥങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഈ പദാർത്ഥങ്ങളിൽ മിക്കവയും മിശ്രിതങ്ങളും മറ്റുള്ളവ ശുദ്ധ പദാർത്ഥങ്ങളുമാണ്. അപ്പോൾ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ പദാർത്ഥങ്ങളിൽ 2 ടൈപ്പ് പദാർത്ഥങ്ങളാണ് വരുന്നത്. ശുദ്ധ പദാർത്ഥങ്ങളും വരുന്നുണ്ട്, മിശ്രിതങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ശുദ്ധ പദാർത്ഥങ്ങൾ ഏതാണ്, അതിന് ഉദാഹരണങ്ങളാണ് കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സ്വർണം, വെള്ളി എന്നിവയൊക്കെ ഏതാണ്? ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സ്വർണം, വെള്ളി എന്നിവയൊക്കെ ശുദ്ധ പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. എന്നാൽ കൽക്കണ്ട ലായനിയും അതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയൊക്കെ എന്താണ്? അത് ശുദ്ധ പദാർത്ഥമല്ല, അതെന്താണ്? മിശ്രിതങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ലായനികളാകുമ്പോൾ മിശ്രിതങ്ങളാണ്, കാരണം അതിൽ ജലം കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കർപ്പൂര കഷ്ണങ്ങൾ എടുത്ത് ചൂടാക്കാൻ ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അന്തരീക്ഷം കർപ്പൂരം ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ അത് കർപ്പൂരം കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്രത്യക്ഷമായാലും അതിൻ്റെ സുഗന്ധമൊക്കെ വായുവിൽ നിൽക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി പഞ്ചസാര ചൂടാക്കിയാലും ഇങ്ങനെയുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഈ പോയിന്റുകളാണ് ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും എന്നുള്ളത്. ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും എന്താണെന്ന് മാത്രമാണ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ അവസ്ഥകളിലായി കാണപ്പെടുന്ന പദാർത്ഥങ്ങളിൽ എന്തൊക്കെയാണ്? ശുദ്ധ പദാർത്ഥങ്ങളുണ്ട്, മിശ്രിതങ്ങളുണ്ട്. അപ്പോൾ പദാർത്ഥങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ശുദ്ധ പദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്നും വിളിക്കാം. ഇനി ഇവിടെ പറയുന്ന പോയിന്റ്, ഇവിടെയൊക്കെ നമുക്ക് പരീക്ഷണം നടത്താനാണ്. ഇനി പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളത് വേണം. പഞ്ചസാരയുടെ ഘടകങ്ങൾ കാർബണും ജലവുമാണെന്ന് ബോധ്യമായല്ലോ എന്നുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതാണ്? കാർബണും ജലവുമാണ്. പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ജലവുമാണ് പഞ്ചസാരയിലെ ഘടകങ്ങൾ. പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതാണ്? കാർബണും ജലവും. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പഞ്ചസാര ചൂടാക്കിയപ്പോൾ കിട്ടിയ കാർബണിനെ വീണ്ടും ഘടകങ്ങളാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര ലായനി ആക്കുമ്പോൾ അതിലെ പഞ്ചസാരയിലെ ഘടകങ്ങൾ കാർബണും ജലവുമാണെന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചസാര പിന്നെയും ചൂടാക്കുമ്പോൾ നമുക്ക് കാർബൺ കിട്ടും. പക്ഷേ ഈ കാർബണിനെ വീണ്ടും ഘടകങ്ങളാക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആരാണ് തെളിയിച്ചത്? സർ ഹംഫ്രി ഡേവിയാണ് എന്ത് തെളിയിച്ചത്? കാർബണിനെ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് എന്തൊക്കെ, കാർബണിനെ നമുക്ക് വീണ്ടും ഘടകങ്ങളാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി സർ ഹംഫ്രി ഡേവി 1806 നടത്തിയ കണ്ടുപിടുത്തം എന്താണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് അതിനെന്തൊക്കെ ഹൈഡ്രജനും ഓക്സിജനുമാക്കി വിഭജിക്കാമെന്ന് തെളിയിച്ചത് ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്.
ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് അതിനെ ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റാമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. 1806 ഈ കണ്ടുപിടുത്തം നടത്തിയത്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് ആരാണ് കണ്ടെത്തിയത്? ഹെൻറി കാവൻഡിഷാണ്. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. അപ്പോൾ പ്രധാനമായ 2 കണ്ടുപിടുത്തങ്ങളാണ്. വൈദ്യുതി കടത്തിവിട്ടാൽ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനും ആക്കാമെന്ന് സർ ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചപ്പോൾ ഹെൻറി കാവൻഡിഷ് എന്താണ് കണ്ടുപിടിച്ചത്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചു. ഹൈഡ്രജന് ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചു. പഞ്ചസാര എന്ന ശുദ്ധ പദാർത്ഥത്തെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. അപ്പോൾ പഞ്ചസാരയെ നമുക്ക് എന്തൊക്കെ ആക്കാൻ കഴിയും? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. അതുപോലെ ജലം എന്ന ശുദ്ധ പദാർത്ഥത്തെ എന്തൊക്കെ? ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാനും സാധിക്കും. പക്ഷേ അതേസമയം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി മുതലായ ശുദ്ധ പദാർത്ഥങ്ങളെ വീണ്ടും രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പഞ്ചസാര എന്നുള്ള ശുദ്ധ പദാർത്ഥത്തെ നമുക്ക് എന്തൊക്കെ ആക്കാം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കി മാറ്റാം. അതുപോലെ ജലം എന്ന ശുദ്ധ പദാർത്ഥത്തെ നമുക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കി മാറ്റാനും സാധിക്കും. പക്ഷേ എന്ത് പറ്റില്ല? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി എന്നീ ശുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് എന്ത് ചെയ്താൽ വീണ്ടും രാസപ്രവർത്തനം നടത്തിക്കൊണ്ട് ഘടകങ്ങളാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെ നമുക്ക് ഘടകങ്ങളാക്കാൻ കഴിയില്ല. ഇനി മൂലകങ്ങളും സംയുക്തങ്ങളും. ശുദ്ധ പദാർത്ഥങ്ങൾ 2 തരമുണ്ടെന്ന് നമ്മൾ മുകളിൽ പറഞ്ഞതാണ്. ഇവയിൽ രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൂലകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ? രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെയാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ചുകൊണ്ട് ഘടകങ്ങളാക്കി മാറ്റാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെയാണ് എന്ത് നമ്മൾ പറയുന്നത്? മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഹൈഡ്രജനാണ് ഒരു ഉദാഹരണമാണ് ഹൈഡ്രജൻ. മൂലകങ്ങളും സംയുക്തങ്ങളും അഥവാ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൽ പറയാം. അപ്പോൾ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് നമുക്ക് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധ പദാർത്ഥങ്ങളെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാലോ 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ രാസപ്രക്രിയയിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. സംയുക്തങ്ങളെ നമുക്ക് രാസപ്രക്രിയയിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. സംയുക്തങ്ങളെ നമുക്ക് രാസപ്രക്രിയ നടത്തിക്കൊണ്ട് ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 2 ശാസ്ത്രജ്ഞരുണ്ട്, ഹെൻറി കാവൻഡിഷും ഹംഫ്രി ഡേവിയും. അവരുടെ ഫോട്ടോസാണിത്. അപ്പോൾ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ജലത്തിനെ ഹൈഡ്രജനും ഓക്സിജനും ആക്കി വിഭജിക്കാമെന്ന് കണ്ടെത്തിയതാണ് സർ ഹംഫ്രി ഡേവി. അതുപോലെ ഹൈഡ്രജനിൽ ഓക്സിജൻ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ് അങ്ങനെ കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ സംയുക്തങ്ങൾ മൂലകങ്ങൾ പറഞ്ഞു. സംയുക്തങ്ങൾ എന്താണെന്നും മൂലകങ്ങൾ എന്താണെന്നും പറഞ്ഞു. ഇനി ഇതവിടെ ഒരു മുകളിൽ പറഞ്ഞ അതേ സാധനം തന്നെ റിപ്പീറ്റ് ആയതുകൊണ്ട് നമുക്ക് താഴെയും കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടിയും പഠിക്കാം. നമ്മൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യണോ അത്രത്തോളം നല്ലതാണ്. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് എന്ത്? മൂലകങ്ങൾ. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് എന്ത്? മൂലകങ്ങൾ. എന്നാൽ രാസപ്രവർത്തനങ്ങളിലൂടെ 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. അപ്പോൾ രാസപ്രവർത്തനങ്ങളിലൂടെ 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. രാസപ്രവർത്തനത്തിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങൾ എന്താണ്? മൂലകങ്ങളാണ്. എന്നാൽ രാസപ്രവർത്തനങ്ങളിലൂടെ 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ബേസിലിയസ് എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ബേസിലിയസിന് പ്രത്യേകത എന്താണ്? ആദ്യകാലങ്ങളിൽ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. പഴയ കാലഘട്ടത്തിൽ എന്താണ്? ചിത്രങ്ങളായിരുന്നു മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഉപയോഗിച്ചിരുന്നത്. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബേസിലിയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ. സ്വീഡൻ സ്വദേശിയാണ്. അപ്പോൾ ബേസിലിയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്. മൂലകങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ചിത്രങ്ങളായിരുന്നു പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം, മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആരംഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബേസിലിയസ് ആണ്. ബേസിലിയസ് ഏത് രാജ്യക്കാരനാണ്? സ്വീഡനാണ്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ബേസിലിയസ് ആണ് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബേസിലിയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ. ഇനി ബേസിലിയസ് തന്നെ കുറച്ച് മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ബേസിലിയസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിലിയസ് 1779 1848. സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചതാരാണ്? ബേസിലിയസ് ആണ്. സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചതാരാണ്? ബേസിലിയസ് ആണ്. ആധുനിക രീതിയിൽ മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സംവിധാനം ആവിഷ്കരിച്ചത് ബേസിലിയസ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക: സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ. സെലിത്തോസിറിസിലി എന്നീ മൂലകങ്ങൾ. അപ്പോൾ സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ. സെലിത്തോസിറിസിലി ബേസിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ നോക്കാം. മൂലകങ്ങൾക്ക് പേര് വന്ന വഴികളുണ്ട്. 2-3 തരത്തിലാണ് നമുക്ക് മൂലകങ്ങൾക്ക് പേര് വന്ന വഴികളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ മൂലകങ്ങൾ എന്താണെന്ന് പറഞ്ഞത്, രാസപ്രവർത്തനത്തിലൂടെ 2ഓ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറഞ്ഞു. മൂലകങ്ങളും സംയുക്തങ്ങളും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളായ മൂലകങ്ങൾക്ക് പേര് വന്ന വഴികൾ എങ്ങനെയൊക്കെയെന്നുള്ളത് നോക്കാം. കോളത്തിൽ തന്നതാണ്, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആദ്യത്തെ മൂലകമാണ് പൊളോണിയം. ആദ്യത്തെ അല്ല, പൊളോണിയം. ഉദാഹരണം പറയുകയാണ്, പൊളോണിയത്തിന് പേര് വന്നത് പോളണ്ട് എന്ന രാജ്യത്തിൽ നിന്നാണ്. പൊളോണിയത്തിന് പേര് വന്നത് എങ്ങനെയാണ്? പോളണ്ട് എന്ന രാജ്യത്തിൽ നിന്നാണ് പൊളോണിയത്തിന് ആ പേര് വന്നത്. ക്യൂറിയം എന്ന മൂലകത്തിന് ആ പേര് വന്നത് മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയുടെ പേരിൽ നിന്നാണ്. ക്യൂറിയത്തിന് ആ പേര് വന്നത് മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയുടെ പേരിൽ നിന്നാണ്. ക്രോമിയത്തിന് ആ പേര് വന്നതോ? ക്രോം എന്നുള്ള നിറത്തിൽ നിന്നാണ് ക്രോമിയം എന്ന പേര് വന്നത്. ക്രോം എന്നുള്ള നിറത്തിൽ നിന്നാണ് ക്രോമിയം എന്ന പേര് വന്നത്. ഇൻഡിയം വന്നത് ഇൻഡിഗോ എന്നുള്ള നിറത്തിൽ നിന്നാണ്. ഇൻഡിയം വന്നത് ഇൻഡിഗോ എന്നുള്ള നിറത്തിൽ നിന്നാണ്. അതുപോലെ ക്ലോറോ എന്ന നിറത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന പേര് വന്നത്. ക്ലോറോ എന്ന നിറത്തിൽ നിന്നാണ് ക്ലോറിൻ എന്ന പേര് വന്നത്. എന്നാൽ നെപ്റ്റ്യൂണിയം എന്ന പേര് വന്നതോ? ഗ്രഹത്തിൻ്റെ പേരായ നെപ്റ്റ്യൂണിൽ നിന്നാണ് നെപ്റ്റ്യൂണിയം വന്നത്. നെപ്റ്റ്യൂൺ ഗ്രഹത്തിൻ്റെ പേരിൽ നിന്നാണ് നെപ്റ്റ്യൂണിയം വന്നത്. യൂറോപ്പിയം എന്നുള്ളതോ? ഭൂഖണ്ഡത്തിൻ്റെ പേരിൽ നിന്നാണ്. യൂറോപ്പ് ഭൂഖണ്ഡത്തിൻ്റെ പേരിൽ നിന്നാണ് യൂറോപ്പിയം എന്ന മൂലകത്തിന് പേര് വന്നത്. യൂറോപ്പിയം എന്ന മൂലകത്തിന് പേര് വന്നത് എവിടെ നിന്നാണ്? യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിൽ നിന്നാണ്. ഇത് ഏകദേശം നമുക്ക് പേര് കണ്ടാൽ തന്നെ കിട്ടും. ഒന്നുകൂടി പറയാം. പൊളോണിയം പോളണ്ട്, ക്യൂറിയം മേരി ക്യൂറി, ക്രോമിയം ക്രോം എന്ന നിറം, ഇൻഡിയം ക്ലോറിയോ നിറം തന്നെയാണ്. ഇൻഡിയം ഇൻഡിഗോ എന്ന നിറം, ക്ലോറിൻ ക്ലോറോ എന്ന നിറം. നെപ്റ്റ്യൂണിസം നമുക്കറിയാം, ഗ്രഹത്തിൻ്റെ പേരായ നെപ്റ്റ്യൂണിൽ നിന്ന്. യൂറോപ്പിയം എന്നുള്ളത് യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിൽ നിന്ന്. ഇനി ഇവിടെ താഴെ നമുക്കൊരു പട്ടിക പൂർത്തിയാക്കാനുണ്ട്. അമേരിക്കം നമുക്കറിയാം, അമേരിക്ക എന്ന രാജ്യത്തിൽ നിന്നാണ്. ഫ്രാൻസ് എന്ന രാജ്യത്തിൽ നിന്നാണ്. പിന്നെ റുബീഡിയം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്ലൂട്ടോ എന്നുള്ള ഗ്രഹത്തിൻ്റെ പേരിൽ നിന്നാണ്.
മെൻഡലീവിയ എന്താണ് മെൻഡലിയഫിൻ്റെ എന്ന ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ്. റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ ടൈറ്റാനിയം റുബീഡിയം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ചോദിച്ചാൽ ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ മൂലകങ്ങൾക്ക് പേര് വന്നത് പറഞ്ഞു. ചിലത് ഭൂഖണ്ഡത്തിൻ്റെ, അതേപോലെ ഗ്രഹത്തിൻ്റെ, അതേപോലെ രാജ്യങ്ങളുടെയൊക്കെ പേരിൽ നിന്നാണ് നമുക്ക് മൂലകങ്ങളുടെ പേര് വന്നത്. ഇനി നമ്മൾ സിമ്പലിനെ കുറിച്ചാണ് പറയുന്നത്, പ്രതീകങ്ങൾ അഥവാ സിമ്പൽ. അപ്പോൾ ആധുനിക രീതിയിലുള്ള സിമ്പൽ അഥവാ പ്രതീകം സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതാണ്. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസീലിയസ് ആണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പ്രതീകങ്ങളാണ്, മൂലകങ്ങൾക്കുള്ള പ്രതീകങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ഓരോന്നും ഓരോ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞത് ആ മൂലകത്തിൻ്റെ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴുള്ള ആദ്യത്തെ അക്ഷരം, അത് വലിയ അക്ഷരമായിട്ടാണ് ആദ്യത്തെ അക്ഷരം. അങ്ങനെയാണ് ഒരു ടൈപ്പ് മൂലകങ്ങൾക്ക് പേര് വന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് കാർബൺ എന്നുള്ളതിൻ്റെ പ്രതീകം സി, ഓക്സിജൻ എന്നുള്ളതിൻ്റെ ഒ, നൈട്രജൻ എന്നുള്ളതിൻ്റെ എൻ, ഹൈഡ്രജൻ എച്ച്, സൾഫർ എസ്. ഇത് നമുക്ക് പേര് വായിച്ചാൽ തന്നെ കിട്ടും അതിൻ്റെ പ്രതീകവും. കാരണം അതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം എടുത്തിട്ടാണ് ഇതിനൊക്കെ പ്രതീകം കൊടുത്തിട്ടുള്ളത്. കാർബണിന് സി, ഓക്സിജന് ഒ, നൈട്രജന് എൻ, അതുപോലെ ഹൈഡ്രജന് എച്ച്, സൾഫറിന് എസ്. എന്നാൽ ചില മൂലകങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ആ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ കൂടെ തന്നെ രണ്ടാമതായിട്ട് ഒരു ചെറിയ സ്മാൾ ലെറ്ററും ചെറിയ അക്ഷരവും കൂടി കൊടുത്തിട്ട് മൂലകങ്ങൾക്ക് പ്രതീകം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ മൂലകങ്ങൾ ഏതാണ്? കാൽസ്യത്തിന് സി എ എന്ന് പറയും. ഇതെങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ സി എന്നുള്ളത് അവിടെ ഓൾറെഡി കാർബൺ ഉണ്ട്. അപ്പോൾ പിന്നെ സി വെച്ച് വരുന്നതിന് പിന്നെ സി കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് കാൽസ്യത്തിന് സി എ, ആദ്യത്തെ വലിയ അക്ഷരം രണ്ടാമത്തെ ചെറിയ അക്ഷരം എടുത്തിട്ട് സി എ എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്ലോറിൻ ആണെങ്കിൽ സി എൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലോറിൻ സി എൽ. ക്രോമിയത്തിനാണ് സി ആർ, ബ്രോമിനാണെങ്കിൽ ബി ആർ, ബെറീലിയത്തിനാണെങ്കിൽ ബി ഇ. അതും ഇംഗ്ലീഷ് നാമത്തിൽ നിന്ന് എടുത്തു കൊടുത്തതാണ്. ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലും പിന്നീട് അതിൽ നിന്നത് ഒരക്ഷരം സ്മാൾ ലെറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണങ്ങളാണ് കാൽസ്യം സി എ, ക്ലോറിൻ സി എൽ, ക്രോമിയം സി ആർ, ബ്രോമിൻ ബി ആർ, ബെറീലിയം ബി ഇ. ഇനി വേറൊരു കാറ്റഗറി മൂലകത്തിന് പേര് വന്നത് എങ്ങനെയാണ്? അതിൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്നാണ് അതിന് പ്രതീകത്തിൻ്റെ പേര് വന്നത്. അപ്പോൾ നമുക്ക് പേര് കേട്ടാൽ തന്നെ പക്ഷേ അതിൻ്റെ പ്രതീകമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, പ്രതീകത്തിലെ അക്ഷരങ്ങളുമായിട്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ലാറ്റിൻ നാമത്തിൽ നിന്ന് വന്ന പേരുകളാണ്. അപ്പോൾ മൂലകങ്ങളുടെ ലാറ്റിൻ നാമത്തിൽ നിന്നുള്ള പേരുകൾ എടുത്തുകൊണ്ട് അതിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച ചില മൂലകങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ്? സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമമാണ് നേട്രിയം. അപ്പോൾ പ്രതീകം എന്താണ്? Na എന്നാണ്. ആ ലാറ്റിൻ നാമത്തിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ടാണ് അതിൻ്റെ പ്രതീകം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോഡിയം Na അഥവാ നേട്രിയം, അതാണ്. സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് എന്ന് ചിന്തിക്കും. അപ്പോൾ എസ് എന്നല്ല Na ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ബന്ധവുമില്ലാത്തൊരു പേരായിട്ട് പ്രതീകമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അത് പ്രതീകം വന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്നാണ് പ്രതീകം വന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമമാണ് നാറ്റീരിയം. പ്രതീകം എന്താണ്? Na ആണ്. പൊട്ടാസ്യത്തിൻ്റെ ആണെങ്കിലോ, പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമം കാലിയമാണ്. അപ്പോൾ കെ ആണ് പൊട്ടാസ്യത്തിന് കെ ആണ് പ്രതീകം. അത് വന്നത് എവിടെ നിന്നാണ്? ലാറ്റിൻ നാമമായ കാലിയത്തിൽ നിന്നാണ്. കോപ്പറിൻ്റെ ആണെങ്കിലോ, കുപ്രം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നാണ് കോപ്പറിൻ്റെ പ്രതീകമായ Cu വന്നത്. കുപ്രം എന്നുള്ള കോപ്പറിൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്നാണ് അത് കോപ്പറിൻ്റെ പ്രതീകമായ Cu വന്നത്. അയണിൻ്റെ ആണെങ്കിൽ ലാറ്റിൻ നാമം ഫെറം എന്നാണ്. ഫെറത്തിൻ്റെ പ്രതീകമാണ് Fe. അയണാണെങ്കിൽ ലാറ്റിൻ നാമം ഫെറം എന്നാണ്, അതിൻ്റെ പ്രതീകമാണ് Fe. അപ്പോൾ അയണാണെങ്കിൽ ലാറ്റിൻ നാമം ഫെറം, അതിൻ്റെ പ്രതീകമാണ് Fe. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാറ്റിൻ നാമത്തിൽ നിന്നാണ് ഇതിൻ്റെ പ്രതീകം വന്നിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് സോഡിയം, പൊട്ടാസ്യം, കോപ്പർ, അയൺ. സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം നേറ്റീരിയമാണ്, അതുകൊണ്ട് പ്രതീകം Na എന്ന് വന്നു. പൊട്ടാസ്യത്തിൻ്റെ ആണെങ്കിൽ കാലിയം എന്നാണ്, അതുകൊണ്ട് പ്രതീകം K എന്ന് വന്നു. കോപ്പറിൻ്റെ ആണെങ്കിൽ കുപ്രം എന്നാണ് ലാറ്റിൻ നാമം, അപ്പോൾ Cu എന്ന് വന്നു പ്രതീകം. അയണിൻ്റെ ആണെങ്കിൽ ഫെറം എന്നാണ് ലാറ്റിൻ നാമം, അപ്പോൾ Fe എന്ന് വന്നു പ്രതീകം. ഇനി നമുക്കിവിടെ ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്.
ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാണ്? പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് അല്ലെങ്കിൽ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെൻഡലിയേഫ് ആണ്. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിൾ അഥവാ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ്. മോസ്ലി എന്നുള്ളതിൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ MOST എന്ന് കൊടുക്കുക. മോസ്ലി ടി വരില്ല, SLY എന്നാ വരിക. പക്ഷെ നമ്മൾ MOS എന്ന് കൊടുത്തിട്ട് മോസ്റ്റ്ലി എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റീസെൻ്റ്ലി എന്ന് പഠിച്ചാൽ മതി. അപ്പം മോസ്റ്റ് റീസെൻ്റ്ലി എന്ന് ഓർത്താൽ ഏറ്റവും അടുത്ത് വന്നത്. അപ്പോൾ എന്താണ്? ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പറയൂ. മെൻഡലിയേഫ് ആവർത്തന പട്ടികയുടെ പിതാവാണെങ്കിൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. അപ്പോൾ ആവർത്തന പട്ടികയിൽ നമുക്ക് ഇനി ഒരു മൊഡ്യൂള് മൂലകങ്ങളും പീരിയോഡിക് ടേബിളും എന്നുള്ളൊരു മൊഡ്യൂൾ പഠിക്കാൻ വരുന്നുണ്ട്. അവിടെ നമുക്ക് ആവർത്തന പട്ടിക വിശദമായി പഠിക്കാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൂടുതൽ അത് മെൻഷൻ ചെയ്ത് സമയം കളയുന്നില്ല. ഓക്കെ. ഇനി ആറ്റവും തന്മാത്രയും. ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ആറ്റം. കാർബൺ ഒരു മൂലകമാണല്ലോ. കാർബൺ മൂലകം ധാരാളം ചെറുകണങ്ങൾ ചേർന്നതാണ്. കാർബൺ കഷ്ണത്തെ വീണ്ടും ചെറുതാക്കി അതിസൂക്ഷ്മ കണങ്ങളാക്കുന്ന കാര്യം ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ വിഭജിക്കുമ്പോൾ കാർബണിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണം ലഭിക്കുമല്ലോ. ഈ കണത്തെ കാർബണിൻ്റെ ആറ്റം എന്ന് പറയുന്നത്. എന്താണ് ആറ്റം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ആറ്റം എന്താണ്? ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ചെറു കണികയാണ് എന്ത്? ആറ്റം. ഒന്നുകൂടി പറയാം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഹീലിയം, നിയോണ് തുടങ്ങിയ ചില വാതകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒറ്റ ആറ്റമായി തന്നെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും. എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ വാതകങ്ങളുടെ ആറ്റങ്ങൾക്ക് രണ്ടാറ്റങ്ങൾ ചേർന്ന് ജോഡിയായി മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ. സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ആറ്റങ്ങൾക്ക് ഉദാഹരണമാണ് ഹീലിയത്തിൻ്റെയും നിയോണിൻ്റെയും അതുപോലെ മറ്റു ചില വാതകങ്ങളുടെയും ആറ്റങ്ങൾ. അപ്പോൾ ഹീലിയം, നിയോണ് അതുപോലെ ചില വാതകങ്ങളുടെ ആറ്റങ്ങൾക്ക് എന്ത് ചെയ്യും? ഒറ്റ ആറ്റമായിട്ട് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും. എന്നാലോ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളുടെ ആറ്റങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ഒറ്റ ആറ്റമായി നിലനിൽക്കാൻ കഴിയില്ല. അവ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? രണ്ടാറ്റങ്ങൾ ചേർന്ന് ജോഡിയായി മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. എന്നാൽ മറ്റു ചില ആറ്റങ്ങളാണെങ്കിലോ രണ്ടിലധികം ആറ്റങ്ങളുടെ ഗ്രൂപ്പായും കാണപ്പെടുന്നു. എന്നാൽ വേറെ ചില കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ വേറെ ചില ആറ്റങ്ങൾ എന്താണ്? രണ്ടിലധികം ആറ്റങ്ങളുടെ ഗ്രൂപ്പായിട്ടും കാണപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ സംയുക്തങ്ങൾക്കും തന്മാത്രകളുണ്ട്. സംയുക്ത തന്മാത്രകളിൽ വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണ് ഉള്ളത്. സംയുക്തം നമ്മൾ പറഞ്ഞാൽ എന്താണ്? മിക്സാണ്. അപ്പോൾ അതിൽ വ്യത്യസ്ത മൂലക തന്മാത്രകളിലുള്ള ആറ്റങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ ആറ്റം പറഞ്ഞു. ഇനി തന്മാത്രകൾ എന്താണ്? സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളെയാണ് നമ്മളെന്ത്? തന്മാത്രകൾ എന്ന് പറയുന്നത്. ആറ്റം നേരത്തെ പറഞ്ഞു. ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികകളെയാണ് നമ്മളെന്ത്? ആറ്റം എന്ന് പറയുന്നത്. എന്നാൽ തന്മാത്രകളോ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് എന്ത്? തന്മാത്രകൾ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തന്മാത്രകൾ എന്ന് പറയുന്നത്. ഇവിടെ ആറ്റത്തെക്കുറിച്ചുള്ള ആറ്റത്തിൻ്റെ വലിപ്പം എന്നുള്ളതിൽ ഇതുണ്ട്. ആറ്റോമിക് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ആറ്റത്തിന് ആ പേര് നൽകിയത് ആരാണ്? ഓസ്റ്റ്വാളാണ്. ഓസ്റ്റ്വാളാണ് ആറ്റത്തിന് ആ പേര് നൽകിയത്. ഇനി ആറ്റത്തിൻ്റെ വലിപ്പം എന്നുള്ള കോട്ടത്തിൽ ജോൺ ഡാൾട്ടനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. ഒരാറ്റത്തിൻ്റെ വലിപ്പത്തെ പറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്.
അപ്പോൾ ആറ്റം എന്ന വാക്ക് വന്നത് എവിടെ നിന്നാണ്? ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഈ വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. അപ്പോൾ ആറ്റമോസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ആറ്റമോസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. സ്വർണത്തിൻ്റെ ഒരാറ്റത്തിൻ്റെ വ്യാസം 0.0000254 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഏകദേശം 3.5 കോടി സ്വർണ്ണ ആറ്റങ്ങൾ നിരനിരയായി വെച്ചാൽ മാത്രമേ 1 സെൻറ്റിമീറ്റർ മാത്രമേ നീളമുണ്ടാകൂ. ഭാരതീയനായ കണാദൻ, ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രീറ്റസ് എന്നിവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥങ്ങളിലെ ചെറുകണങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടനാണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടനാണ്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടനാണ്. ആറ്റത്തിന് പേര് നൽകിയത് ആരാണ്? ഓസ്റ്റ്വാളാണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ചെറുകണികകളെക്കുറിച്ച് പരാമർശം നടത്തിയ അല്ലെങ്കിൽ ചെറുകണികകളെക്കുറിച്ച് പ്രവചനം നടത്തിയ ഭാരതീയൻ ആരാണെന്ന് ചോദിച്ചാൽ കണാദ മുനിയാണ് ചെറുകണങ്ങളെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചനം നടത്തിയത്. അല്ലെങ്കിൽ ചെറുകണങ്ങളെക്കുറിച്ച് പരാമർശം നടത്തിയ ഭാരതീയൻ ആരാണ്? കണാദ മുനിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കണാദ മുനി. അതേപോലെ ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രീറ്റസും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുകണികകളെക്കുറിച്ച് പ്രവചിച്ച 2 ആളുകളാണ്. ഭാരതീയൻ ആരാണ്? കണാദ മുനി അഥവാ കണാദൻ. അതുപോലെ വിദേശി ആരാണ്? ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രീറ്റസ് ആണ്. എന്നാൽ ഇത് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടനാണ്. കണാദ മുനി, ഡെമോക്രീറ്റസ്, ജോൺ ഡാൾട്ടൻ. ആറ്റവുമായി ബന്ധപ്പെട്ട ഈ 3 പേരുകൾ ഓർത്തു വെക്കുക. ഈ ആറ്റങ്ങളെയും തന്മാത്രകളെയും സൂചിപ്പിക്കുന്ന വിധം. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന വിധം നമ്മൾ പറഞ്ഞു. അതിൻ്റെ പേരിൽ നിന്നാണ് സിമ്പൽ നൽകുന്നത്. ചിലത് ലാറ്റിൻ പേരിൽ നിന്നാണ് സിമ്പൽ നൽകുന്നത്. ചിലത് 2 അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ഇംഗ്ലീഷ് പേരിൽ നിന്ന് തന്നെ 2 അക്ഷരങ്ങൾ എടുത്തിട്ട് സിമ്പൽ നൽകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഹീലിയത്തിൻ്റെ പ്രതീകം He എന്നാണല്ലോ. He എന്ന് എഴുതിയാൽ ഹീലിയം മൂലകത്തിൻ്റെ ഒരാറ്റത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രതീകം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഒരാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹീലിയത്തിൻ്റെ പ്രതീകം He ആണ്. അപ്പോൾ He എന്ന് എഴുതിയാൽ എന്താണ് അതിനർത്ഥം? ഒരു ഹീലിയം ആറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2He എന്ന് എഴുതിയാലോ 2 ഹീലിയം ആറ്റം എന്നാണ് 2He എന്ന് എഴുതിയാൽ അർത്ഥം. ഹീലിയം, നിയോണ്, ആർഗൺ മുതലായ മൂലകങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര ആറ്റങ്ങളായാണ് കാണപ്പെടുന്നത്. ഹീലിയം, നിയോണ്, ആർഗൺ മുതലായ മൂലകങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര ആറ്റങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവ ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ്. ഇവയുടെ തന്മാത്രകളെ HENEAR എന്ന് സൂചിപ്പിക്കാം. എന്നാൽ ഹൈഡ്രജൻ പോലുള്ള മൂലകങ്ങൾ 2 ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയായാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹീലിയം He, നിയോൺ Ne, ആർഗൺ AR ഈ മൂലകങ്ങൾ എന്താണ്? പ്രകൃതിയിൽ സ്വതന്ത്ര ആറ്റങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവയൊക്കെ എന്താണ്? ഒരൊറ്റ ആറ്റം മാത്രമുള്ള തന്മാത്രകളാണ്. ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളായിട്ടാണ് ഇവയെ കാണുന്നത്? പ്രകൃതിയിൽ കാണപ്പെടുന്നത്. പ്രകൃതിയിലെ സ്വതന്ത്ര ആറ്റങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ എന്നിവ. എന്നാൽ ഹൈഡ്രജൻ അങ്ങനെയല്ല. ഹൈഡ്രജൻ എന്താണ്? 2 ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഹൈഡ്രജൻ. 2 ആറ്റങ്ങൾ ചേർന്ന തന്മാത്രയാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആറ്റത്തെ H എന്നാണ് സൂചിപ്പിക്കുക. ഹൈഡ്രജൻ തന്മാത്രയെ H2 എന്നാണ് സൂചിപ്പിക്കുക. ചില മൂലകങ്ങൾക്ക് എന്താണ്? 2-ലധികം മാറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളായും കാണപ്പെടുന്നു. ചില മൂലകങ്ങൾ എന്ത് ചെയ്യും? 2-ലധികം മാറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളായിട്ടും കാണപ്പെടാറുണ്ട്. അതിന് ഉദാഹരണമാണ് ഫോസ്ഫറസ് P4, സൾഫർ S4 എന്നീ തന്മാത്രകൾ. എന്തിന് ഉദാഹരണമാണ്? 2-ലധികം ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളാണ് ഫോസ്ഫറസ് P4, സൾഫർ S4. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ഏകാറ്റോമിക അഥവാ മോണോ ആറ്റോമിക് തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളെ എന്ത് വിളിക്കും? ഏകാറ്റോമിക തന്മാത്രകൾ എന്ന് വിളിക്കും. അത് നമുക്ക് പേരിൽ തന്നെ കിട്ടും എന്ന് തോന്നുന്നു. ഇനി രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളെ നമ്മൾ എന്ത് വിളിക്കും? ദ്വയാറ്റോമിക ഡയാറ്റോമിക് തന്മാത്രകളെന്ന് വിളിക്കും. അപ്പോൾ മോണോ ആറ്റോമിക്, ഡയാറ്റോമിക്. ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളെ ഏകാറ്റോമികമെന്നും രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളെ ദ്വയാറ്റോമിക തന്മാത്രകളെന്നും രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ എന്ത് വിളിക്കും? ബഹു ആറ്റോമിക പോളി ആറ്റോമിക് തന്മാത്രകളെന്നും വിളിക്കും. രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ എന്ത് വിളിക്കും? ബഹു ആറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ പോളി ആറ്റോമിക് തന്മാത്രകളെന്ന് നമ്മൾ വിളിക്കുന്നു. ഒന്നും കൂടി പറയാം. ഒരാറ്റം മാത്രമുള്ള മൂലകങ്ങളെ ഏകാറ്റോമിക തന്മാത്രകളെന്നും രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളെ ദ്വയാറ്റോമിക തന്മാത്രകളെന്നും രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളെ ബഹു ആറ്റോമിക തന്മാത്രകളെന്നും ഇങ്ങനെ നമ്മൾ വിളിക്കും. ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം സൂചിപ്പിക്കും. അപ്പോൾ ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ എന്തിനെ സൂചിപ്പിക്കും? ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം സൂചിപ്പിക്കും. ബഹു ആറ്റോമിക തന്മാത്രകളിൽ തന്മാത്രയുടെ ഭാഗമായി നിൽക്കുന്ന ആറ്റങ്ങൾ എന്താണ്? ആറ്റങ്ങളുടെ എണ്ണം പ്രതീകത്തിൻ്റെ ചുവടെ അല്ലെങ്കിൽ വലതുവശത്ത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ എന്താണ്? ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ബഹു ആറ്റോമിക തന്മാത്രകളിൽ തന്മാത്രയുടെ ഭാഗമായി നിൽക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം പ്രതീകത്തിൻ്റെ ചുവടെ വലതുവശത്താണ് സൂചിപ്പിക്കുന്നത്. തന്മാത്രകളുടെ ആകെ എണ്ണം തന്മാത്രയുടെ ഇടതുവശത്ത് സൂചിപ്പിക്കുന്നു. അപ്പോൾ തന്മാത്രകളുടെ ആകെ എണ്ണം തന്മാത്രയുടെ ഇടതുവശത്ത് സൂചിപ്പിക്കുന്നു. ഇനി ഇവിടെ താഴെ കുറേ തന്നിട്ടുണ്ട് മൂലകങ്ങൾ. അതിൽ ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമിക എന്നിങ്ങനെ പട്ടികപ്പെടുത്താനാണ്. ഇപ്പോൾ ഏകാറ്റോമിക തന്മാത്ര ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം സൂചിപ്പിക്കും. ഇടതുവശത്ത് എഴുതുന്ന ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണമാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ബഹു ആറ്റോമിക തന്മാത്രകളുടെ ഭാഗമായി നിൽക്കുന്ന ആറ്റങ്ങളുടെ എണ്ണമോ പ്രതീകത്തിൻ്റെ ചുവടെ വലതുവശത്താണ് സൂചിപ്പിക്കുന്നത്. ഇനി താഴെ തന്ന ഇതിൽ നമുക്ക് ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമികം എന്നിവ തരംതിരിക്കാനാണ്. ആദ്യം തന്നെ ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ തന്മാത്ര. അപ്പോൾ 2 ഹൈഡ്രജനാണ്. അപ്പോൾ ഇതെന്താണ്? ദ്വയാറ്റോമിക തന്മാത്രയാണ്. ക്ലോറിനോ 2 എണ്ണമാണ്, ദ്വയാറ്റോമികമാണ്. ഫോസ്ഫറസ് എന്താണ്? 4 ആറ്റമുണ്ട്. അപ്പോൾ അത് ബഹു ആറ്റോമികമാണ്. ഓക്സിജൻ 2 എണ്ണമാണ്, അപ്പോൾ ദ്വയാറ്റോമികമാണ്. സൾഫർ 8 എണ്ണമുണ്ട്. അപ്പോൾ അതെന്താണ്? ബഹു ആറ്റോമിക തന്മാത്രയാണ്. എന്നാൽ ഹീലിയവും ആർഗണോ അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതാണ് ഏകാറ്റോമിക തന്മാത്രകൾ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കോളാക്കി എഴുതാനാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമികം എന്നിങ്ങനെ കോളാക്കി എഴുതാനാണ് മുകളിൽ തന്നത്. ഇനി ചുവടെ കൊടുത്ത പട്ടികയിൽ തന്മാത്രകളുടെ എണ്ണം, ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്നിവ എഴുതുക. അപ്പോൾ ഇവിടെ ആകെ തന്മാത്രകളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം എഴുതാനാണ്. ഇതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൽ നോക്കിയിട്ട് എഴുതുക. O2 എന്ന് പറയുമ്പോൾ അതിൽ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? O2 എന്ന് പറയുമ്പോൾ അതിൽ തന്മാത്രകളുടെ എണ്ണം 2 തന്മാത്രകളാണ്. ആറ്റങ്ങളുടെ എണ്ണോ 2 ആറ്റങ്ങളാണ്. O2 എന്ന് പറയുമ്പോൾ അതിൽ തന്മാത്രകളുടെ എണ്ണമാണ് 2 തന്മാത്രകളുടെ എണ്ണമാണ്. എത്രയാണ്? 2 ആണ്. ആറ്റങ്ങളുടെ എണ്ണവും സെയിം ആണ്. അപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ പൂരിപ്പിക്കാനാണ്. നമ്മൾ ഇത് വായിച്ചിട്ടാണ് ആ കോളം പൂരിപ്പിക്കേണ്ടത്. ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ എന്താണ്? ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, O2 എന്ന് പറയുമ്പോൾ ഇത് തന്മാത്രകളുടെയും ആറ്റത്തെയും എണ്ണമാണ് ഈ 2.
അപ്പോൾ തന്മാത്രകളുടെയും ആറ്റത്തിൻ്റെയും എണ്ണമാണ് ഈ 2 എന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 2ആണ്. ആറ്റങ്ങളുടെ എണ്ണം അപ്പോൾ എത്രയാണ്? 2ആണ്. അപ്പോൾ O2 അഥവാ ഓക്സിജൻ്റെ തന്മാത്രകളുടെ എണ്ണം 2ആണ്, ആറ്റങ്ങളുടെ എണ്ണം 2ആണ്. ഇനി 2N2 എന്ന് എഴുതുമ്പോൾ എന്താണ്? ഇവിടെ വ്യത്യാസം ഉണ്ടാകും. 2N2 എന്ന് പറയുമ്പോൾ ഇവിടെ വ്യത്യാസമുണ്ട്. ഇതെങ്ങനെയാണ് എഴുതുക? അപ്പോൾ അതിൽ നമ്മൾ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നോക്കേണ്ടത്. ബഹു ആറ്റോമിക തന്മാത്രകളിൽ എന്താണ്? തന്മാത്രയുടെ ഭാഗമായി നിൽക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം പ്രതീകത്തിൻ്റെ ചുവടെ വലതുവശത്ത് സൂചിപ്പിക്കുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം തന്മാത്രയുടെ ഇടതുവശത്ത് സൂചിപ്പിക്കുന്നു. തന്മാത്രയുടെ ആകെ എണ്ണം എവിടെയാണ് സൂചിപ്പിക്കുന്നത്? ഇടതുവശത്താണ് സൂചിപ്പിക്കുന്നത് തന്മാത്രയുടെ ആകെ എണ്ണം. പ്രതീകത്തിൻ്റെ ചുവടെ വലതുവശത്ത് കാണിക്കുന്നത് എന്താണ്? ആറ്റങ്ങളുടെ എണ്ണമാണ്. ഒന്ന് ഇടതുവശത്ത് തന്മാത്രയുടെ എണ്ണവും വലതുവശത്ത് ആറ്റങ്ങളുടെ എണ്ണവും. അപ്പോൾ നമുക്ക് അടുത്ത മൂലകം നോക്കാം. 2N2യിലെ വലതുവശത്ത് ഏതാണ് കാണിക്കുന്നത്? വലതുവശത്ത് 2 എന്നുള്ള നമ്പറാണ്. അപ്പോൾ വലതുവശത്ത് കാണിക്കുന്നത് ഏതാണ്? ഏതിൻ്റെ എണ്ണമാണ് വലതുവശത്ത് കാണിക്കുന്നത്? വലതുവശത്ത് കാണിക്കുന്നത് ചുവടെ വലതുവശത്ത് കാണിക്കുന്നത് ഏതാണ്? ചുവടെ വലതുവശത്ത് കാണിക്കുന്നത് തന്മാത്രകളുടെ ആകെ എണ്ണമാണ്. തന്മാത്രകളുടെ ആകെ എണ്ണമാണ് ചുവടെ വലതുവശത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വലതുവശത്ത് ഏതാണ്? N2ൽ 2 ആണ്. അപ്പോൾ തന്മാത്രകളുടെ ആകെ എണ്ണം 2ആണ്. ഇനി ആറ്റങ്ങളുടെ എണ്ണം ആറ്റങ്ങളുടെ ആകെ എണ്ണം ഇടതുവശത്തെ സൂചിപ്പിക്കുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം തന്മാത്രയുടെ ഇടതുവശത്തെ സൂചിപ്പിക്കും. ആറ്റങ്ങളുടെ എണ്ണം പ്രതീകത്തിൻ്റെ ചുവടെ വലതുവശത്ത് സൂചിപ്പിക്കും. അപ്പോൾ അത് നോക്കിക്കൊണ്ടാണ് ഇത് പൂരിപ്പിക്കാൻ. അപ്പോൾ ഈ കോളം ഇതുപോലെ നോട്ടിലേക്ക് പകർത്തി ഞാൻ ആ വായിച്ച ഫാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പൂരിപ്പിക്കുക. അടുത്തത് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ്. ഒരേ ഇനം മൂലക ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നു. ഒരേ ഇനം മൂലക ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? തന്മാത്രകൾ ഉണ്ടാകുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ചേർന്നാണ് ദശലക്ഷണ കണക്കിന് ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നിട്ടാണ് തന്മാത്രകൾ അടങ്ങിയ സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇനി സംയുക്ത തന്മാത്രകളും ആറ്റങ്ങളും. കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനാണ് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റങ്ങൾ. കാർബണും ഓക്സിജനുമാണ് കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ആറ്റങ്ങൾ. ഹൈഡ്രജൻ ക്ലോറൈഡിലുള്ള ആറ്റങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനുമാണ് ഹൈഡ്രജൻ ക്ലോറൈഡിലുള്ള ആറ്റങ്ങൾ. ഹൈഡ്രജൻ ക്ലോറൈഡിലുള്ള ആറ്റങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനും. ജലത്തിലാണെങ്കിലോ, ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലുള്ള ആറ്റങ്ങൾ. ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലുള്ള ആറ്റങ്ങൾ. ഈ ഒരു കോളത്തിൽ നിന്നാണ് പ്രീവിയസ് ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത്. ഖാദി ബോർഡ് LDC പ്രിലിംസിൽ വന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്നാണ്. അപ്പോൾ ഈ കോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പഞ്ചസാരയിലാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് കാർബണും ഹൈഡ്രജനാണ് പഞ്ചസാരയിലുള്ളത്. കാർബണ്, ഹൈഡ്രജൻ എന്നിവയാണ് പഞ്ചസാരയിലുള്ളത്. ഇനി മെർക്കുറി ഓക്സൈഡിലാണെങ്കിൽ മെർക്കുറിയും ഓക്സിജനുമാണ്. മെർക്കുറി ഓക്സൈഡിൽ വരുന്നത് ഏതൊക്കെയാണ്? മെർക്കുറിയും ഓക്സിജനുമാണ്. മെർക്കുറിയും ഓക്സിജനാണ് മെർക്കുറി ഓക്സൈഡിൽ വരുന്ന ആറ്റങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സംയുക്തമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ തന്മാത്രകൾ പറഞ്ഞു, അവയിലടങ്ങിയ ആറ്റങ്ങൾ പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ, ഓക്സിജന്. ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജൻ, ക്ലോറിൻ. ജലത്തിൽ ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിൽ ഹൈഡ്രജൻ, കാർബൺ. മെർക്കുറിയിലാണെങ്കിലോ മെർക്കുറിയും ഓക്സിജൻ. മെർക്കുറിക് ഓക്സൈഡിൽ മെർക്കുറിയും ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സംയുക്തമാണല്ലോ. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. അപ്പോൾ കാർബണ് ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത്. കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത്. കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചും എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന 2 വിധങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചുണ്ടാവും, അതുപോലെ
എന്ത് ചെയ്യും, ഓക്സിജനിൽ ജ്വലിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതേപോലെ വേറെ വിധത്തിലുണ്ടാവുക എങ്ങനെയാണ്, കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഒരു സംയുക്തം ഏത് സ്രോതസ്സിൽ നിന്ന് ലഭിച്ചാലും അതിലടങ്ങിയ മൂലക ആറ്റങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. ഒരു സംയുക്തം ഏത് സ്രോതസ്സിൽ നിന്ന് ലഭിച്ചാലും അതിലടങ്ങിയ മൂലക ആറ്റങ്ങൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു നിശ്ചിത അനുപാതം ഉണ്ടാവും. നമ്മളൊരു സംയുക്തം ഏത് സ്രോതസ്സിൽ നിന്ന് എവിടെ നിന്ന് ആയിക്കോട്ടെ, എവിടെ നിന്ന് ലഭിച്ചാലും അതിലെ സംയുക്തങ്ങൾ അല്ലെങ്കിൽ അതിലെ ആറ്റങ്ങൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിൽ കാർബൺ ഓക്സിജൻ ആറ്റങ്ങളുടെ അനുപാതം എപ്പോഴും എങ്ങനെയായിരിക്കും, 1:2 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് എങ്ങനെയാണ് എഴുതുക, CO2 എന്നാണ് എഴുതുക. ഒരു കാർബണും 2 ഓക്സിജൻ ആറ്റങ്ങളും എന്നുള്ള ലെവലിൽ CO2 എന്നാണ് എഴുതുക. അപ്പോൾ ഇതിനൊരു അനുപാതം ഉണ്ടായിരിക്കും, ഏത് ലഭിച്ചാലും അതിനൊരു അനുപാതം ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിലെ അനുപാതം എന്ന് പറയുന്നത്, കാർബണും ഓക്സിജനും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1:2 എന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തന്മാത്രയെ CO2 എന്ന് സൂചിപ്പിക്കാം. അതുകൊണ്ടാണ് CO2 എന്ന് വിളിക്കുന്നത്. ഈ വിധത്തിൽ തന്മാത്രയെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ രാസസൂത്രം. അപ്പോൾ നമ്മളിതുപോലെ തന്മാത്രകളെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ രാസസൂത്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ തന്മാത്രകളെ ഇങ്ങനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, രാസസൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രാസസൂത്രം എന്ന് പറഞ്ഞാൽ, ഇത് അനുപാതത്തിലായിരിക്കും. ഇപ്പോൾ അതിലെ ഘടകങ്ങൾ അനുപാതത്തിലായിരിക്കും, അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് രാസസൂത്രം. ഇനി ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എത്ര ആറ്റങ്ങളുണ്ട്, ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റമാണ്. അപ്പോൾ രാസസൂത്രം എന്തായിരിക്കും, CO2 എന്നായിരിക്കും. ഇനി ജലത്തിലാണെങ്കിലോ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. അപ്പോൾ അതിൻ്റെ രാസസൂത്രം എന്തായിരിക്കും, H2O എന്നായിരിക്കും അതിൻ്റെ രാസസൂത്രം. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റങ്ങളുമാണ് ജലത്തിൽ. അപ്പോൾ അതിന് രാസസൂത്രം എന്താണ്, H2O എന്നാണ്. സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയുടെ രാസസൂത്രം H2SO4 എന്നാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം എന്താണ്, H2SO4 എന്നാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം. എത്ര സൾഫർ ആറ്റങ്ങളുണ്ട് ഇതിൽ? ഇനി നമുക്ക് H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പറഞ്ഞാൽ, അപ്പോൾ അതിലിനി ചോദ്യങ്ങൾ വരികയാണ്. അത് സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്, H2. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ഉള്ളത്. എത്ര സൾഫർ ആറ്റങ്ങളുണ്ട്, SO4. സൾഫർ ആറ്റങ്ങൾ എത്ര ഉണ്ട്, 1 സൾഫർ ആറ്റം ഉണ്ട്. എന്നാൽ ഓക്സിജൻ ആറ്റോ O4 ആണ്. അപ്പോൾ ഓക്സിജൻ 4 ഓക്സിജൻ ആറ്റം. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റവും 1 സൾഫർ ആറ്റവും 4 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. അതിൻ്റെ രാസസൂത്രം എന്താണ്, H2SO4. അപ്പോൾ അതിലെത്ര ആകെ ആറ്റങ്ങൾ എത്ര ഉണ്ട്, ആകെ ആറ്റങ്ങൾ സൾഫ്യൂരിക് ആസിഡിൽ ആകെ എത്ര ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ 2 ആറ്റം, സൾഫർ 1, ഓക്സിജൻ 4. അപ്പോൾ 5ഉം 7 ആറ്റങ്ങളാണ് ആകെ ഉള്ളത്. ഇനി 2H2SO4 ആണെങ്കിൽ എത്ര ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ഇരട്ടി ആറ്റങ്ങൾ ഉണ്ടാവും. ഇനി ചുവടെ കൊടുത്ത സംയുക്ത തന്മാത്രകളിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ്. ആറ്റങ്ങളുടെ എണ്ണം, കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ആറ്റങ്ങളുണ്ട്, 3 ആറ്റങ്ങളാണ്. 1 കാർബണും 2 ഓക്സിജൻ ആറ്റങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡിൽ. 2C12H22O11, 3NaCl, ZnCl2, 5H2O, 7NH3. ഇതിലേക്ക് എത്ര തന്മാത്രകളിൽ ഈ തന്മാത്രകളിലൊക്കെ എത്ര ആറ്റങ്ങളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഇനി നമുക്കതിൻ്റെ അടുത്ത ഘട്ടം നോക്കാം, രാസസമവാക്യങ്ങൾ എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ പറയണമെങ്കിൽ മുകളിലെ CO2ൽ 3 ഉള്ളത് എത്ര എണ്ണമാണ്, 3 ആറ്റങ്ങളാണ്. 5H2O എത്ര എണ്ണം ഉണ്ട്, 5 H2O, 10 12 ആറ്റങ്ങളുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാനാണ്. ഇനി രാസസമവാക്യങ്ങൾ, കെമിക്കൽ ഇക്വേഷൻസ്. സിങ്ക് എന്ന മൂലകത്തിൻ്റെ പ്രതീകം എന്താണ്, Zn എന്നാണ് സിങ്ക് എന്ന മൂലകത്തിൻ്റെ പ്രതീകം.
ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്താണ്? അത് നമ്മൾ മുകളിൽ പറഞ്ഞതാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നതിൻ്റെ രാസസൂത്രം അത് നമ്മൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ പറഞ്ഞത്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രാസസൂത്രം കണ്ടെത്തി എഴുതാൻ പറയാം. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിലുള്ള പ്രവർത്തനം നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരങ്ങൾ എന്നാണ് പറയുന്നത്. പ്രവർത്തന ഫലമായുണ്ടാകുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്നും പറയുന്നു. ഇപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ എന്താണ്? അഭികാരങ്ങൾ അഥവാ റിയാക്റ്റൻസ് എന്ന് പറയും. അതിൻ്റെ ഫലമായി പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ പ്രൊഡക്ട്സ് അഥവാ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ അഭികാരകങ്ങൾ എന്ന് വിളിക്കും. അതിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്നും വിളിക്കും. ഇനി ഇവിടെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടെത്തി എഴുതാനാണ്. Zn+HCl അതാവുമ്പോൾ ZnCl2+H2 എന്നിങ്ങനെ ആവും. അപ്പോൾ അതിൽ ആറ്റം ഏതാണ്? സിങ്കാണ്. അഭികാരകം 1 സിങ്ക് 1. അതുപോലെ ഉൽപ്പന്നം ഏതാണ്? H2 ആണ്. ഉൽപ്പന്നം ഏതാണ്? അതിൻ്റെ ഉൽപ്പന്നവും 1. സിങ്കിൽ അഭികാര ഉൽപ്പന്നം 1. ഹൈഡ്രജനിൽ അഭികാരം 1, ഉൽപ്പന്നം 2. ക്ലോറിനിലാണെങ്കിൽ അഭികാരം 1, ഉൽപ്പന്നം 2. ഇങ്ങനെയാണ് അപ്പോൾ അതിൽ ആ കോളം വരുന്നത്. ഈ സമവാക്യത്തിലെ ആറ്റങ്ങളുടെ എണ്ണം പരിശോധിക്കുക എന്നാണ്. 1 1 2 2 2 2. ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെ സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് പറയുന്നു. എന്താണ് സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അതിൻ്റെ അഭികാരങ്ങളുടെയും ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തും ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ ഒരു രാസവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെ സമീകൃത രാസസമവാക്യങ്ങൾ അഥവാ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നു. ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തും ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെ സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി മറ്റു ചില സമീകൃത രാസസമവാക്യങ്ങൾ നൽകിയത് നോക്കൂ. ഇവയിലെ അഭികാരങ്ങളെയും ഉൽപ്പന്നങ്ങളെയും പട്ടികപ്പെടുത്തു എന്നാണ്. നമുക്ക് പട്ടികപ്പെടുത്താനുള്ള ഉദാഹരണങ്ങൾ തന്നിരിക്കുകയാണ്. അത് അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളെന്ന് ഇത് നമ്മൾ ടേബിൾ വരച്ചങ്ങാണ്ട് നോട്ടിൽ പട്ടിക തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ ഉപകാരപ്പെടും അങ്ങനെ ചെയ്താൽ. ഇനി ഇതിൽ പഠന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇതും ഇതുപോലെ ചെയ്യും. ഇനി ഇതിൽ സിൽവർ, ലാറ്റിൻ നാമം, പ്രതീകം എന്നൊക്കെ ഇങ്ങനെ ഓരോ ഇതും പ്രതീകവും കൊടുത്തിട്ടുണ്ട്. സിൽവറിൻ്റെ ലാറ്റിൻ നാമം എന്താണെന്നുള്ളത് അതിൻ്റെ പ്രതീകം കണ്ടെത്താനും, അതേപോലെ ഹൈഡ്രോജം അതിൻ്റെ ഇത് കണ്ടെത്താനും, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നമ്മളിത് വിട്ടുപോയൊരു ചാപ്റ്ററായിരുന്നു. ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള മൊഡ്യൂളിൽ വിട്ടുപോയൊരു ചാപ്റ്ററായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഏതായാലും ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്ലേലിസ്റ്റിൽ മുഴുവൻ വീഡിയോസും ലഭിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇടയിൽ വേറൊരു മൊഡ്യൂൾ കഴിഞ്ഞിട്ടുള്ള ശേഷം 2 വീഡിയോയ്ക്ക് ശേഷമായിരിക്കും ഈ വീഡിയോ ലഭിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നാളെ മുതൽ നമ്മൾ വേറെ പുതിയൊരു മൊഡ്യൂൾ തുടങ്ങുകയാണ്. അപ്പോൾ അതുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.